കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മലയാളിയുടെ മനസ്സിൽ ഒരു ഭാവഗാനം പോലെ പതിഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം, കടഞ്ഞെടുത്ത സ്വരമാധുരിയുടെ ഉടമ, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ മധുമാസ ചന്ദ്രിക പോലെ നിറവും നിനവുമുള്ള ഗായകൻ. അതെ, ശ്രീ പി ജയചന്ദ്രനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മലയാളിയുടെ മനസ്സിൻ്റെ ഭാഗമായ ശ്രീ ജയചന്ദ്രനെ ഞാനിതാ സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ പി ജയചന്ദ്രൻ മലയിൽ മുങ്ങിത്തോർത്തി മുതൽ ഏകദേശം ഒരു 8000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ടാവും കഴിഞ്ഞ 40 വർഷത്തിലുണ്ടാവും. കഴിഞ്ഞ 40 വർഷമായി സിനിമയിൽ പാടുന്നു. മലയാളികളുടെ മനസ്സിൽ എന്നും ഇഷ്ടപ്പെട്ട ഗായകനായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ജയേട്ടൻ വന്നതിന് ശേഷം ഒരുപാട് പുതിയ ഗായകർ വന്നു അല്ലേ? എന്നാലും ഇപ്പോഴും ജയചന്ദ്രൻ എന്ന ഗായകന് മലയാളത്തിലുള്ള ആ സ്ഥാനം ഇന്നും അതുപോലെ നിലനിർത്തി. അത് ഒരുപടി കുറച്ചുകൂടെ നന്നായിട്ടേ ഉള്ളൂ പിന്നീട് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട്. എന്താണ് അങ്ങനെ ആ സ്ഥാനം എപ്പോഴും അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ തന്നെ. ദൈവത്തിൻ്റെ കാരുണ്യമുണ്ട്, എന്നാലും നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രമങ്ങൾ, അതല്ലെങ്കിൽ ആര്യമായിട്ട് ശ്രമങ്ങളൊന്നുമില്ല, അങ്ങനെ ജോളിയായിട്ട് പോവും, ഒഴുകി കൊടുക്കുക. അത് തന്നെ. അല്ല, എന്നാലും ഇതിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഇതിന് കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ലിസണറാണ്. പാട്ടുകാരനൊക്കെ കൂടുതൽ ഒരു വലിയൊരു ശ്രോതാവാണ് ഞാൻ എന്ന് പറയായിരിക്കും. ശരി, ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും. എപ്പോഴും മ്യൂസിക്കിൽ ഇങ്ങനെ റഫി സാഹിബിൻ്റെ ആയിട്ടോ, തലത്ത് മുഹമ്മദിൻ്റെ ആയിട്ടോ, മലയാളത്തിലാണെങ്കിൽ ദാസേട്ടൻ്റെ ആയിട്ടോ, മറ്റേ സുശീലാമ്മയായിട്ടോ, അങ്ങനെ ആരാണെങ്കിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ തമിഴിലാണെങ്കിൽ സൗന്ദരരാജൻ്റെ, TM സൗന്ദരരാജൻ്റെ പാട്ടുകൾ, അങ്ങനെ എല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു പാട്ട് കേൾക്കാത്ത സമയം ഉണ്ടാവില്ല എപ്പോഴും. അങ്ങനെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതാണ് ചേട്ടൻ്റെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്. അതെ, ഇപ്പോഴും TMSൻ്റെ ഒക്കെ പാട്ടുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. റഫി സാഹിബിൻ്റെ അല്ല, റഫി സാഹിബിൻ്റെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ടി വിയിൽ വരുന്നുണ്ട്, കൂടാതെ കാസറ്റ്സും റെക്കോർഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. ബെസ്റ്റ് സെലക്ഷൻ എന്നാണ് സെലക്റ്റഡ് ആയിട്ട് സോങ്സ് എടുത്തിട്ട് സുശീലാമ്മയുടെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴും മനസ്സിലുള്ളൊരു ഇഷ്ടഗായകൻ ആരാണ്? ഇഷ്ടഗായകൻ എന്ന് പറഞ്ഞാൽ റഫി സാഹിബ്, മുഹമ്മദ് റഫി. ശരിക്കും ചേട്ടൻ ആദ്യം പാട്ടുകൾ പാടി, ഇപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടുകൾ പാടി തുടങ്ങുന്ന റഫി സാഹിബിൻ്റെ പാട്ടുകളല്ലേ? സ്കൂൾ അല്ലല്ല, ആദ്യത്തെ തുടങ്ങുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമുകറ സാറിൻ്റെ അന്നൊക്കെ നാടകഗാനങ്ങളാണ് പ്രധാനത്തോടെ തുടങ്ങിയത്. നാടകഗാനങ്ങൾ, സ്റ്റേജ് സോങ്സ്, ഈ ലളിതഗാനങ്ങളുണ്ട്, അതാണ് അന്നത്തെ പോപ്പുലർ സോങ്സ്. അന്നത്തെ നാടകഗാനങ്ങൾ ദേവരാം മാഷ് ഒക്കെ ചെയ്തിട്ട് നാടകഗാനങ്ങളുണ്ട്. അത് കൂടാണ്ട് നമ്മൾ സ്റ്റേജിലൊക്കെ പാടുന്ന ലളിതഗാനങ്ങളുണ്ടായിരുന്നു പല. അതിൻ്റെയൊക്കെ റെക്കോർഡുകൾ ഇറങ്ങുമായിരുന്നു. റെക്കോർഡ്സ് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭയങ്കര പോപ്പുലറാണ്, എല്ലാവരും സ്റ്റേജിൽ പാടുന്ന പാട്ടുകളാണ് ഓരോരുത്തർ. ഇപ്പോൾ എൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ അടുത്ത് മരിച്ചുപോയി അദ്ദേഹം, ഗോകുലപാലൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരുപാട് ഈ ചന്ദന ശീതള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലൈറ്റ് സോങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റേജിൽ പാടാറ് ഞാൻ. പിന്നെ ദേവരാം മാഷ വെണ്ണിലാവേ എന്നൊരു പാട്ടുണ്ടായിരുന്നു, അത് സ്കൂൾ ലെവലിലൊക്കെ പാടിക്കൊണ്ട്. വെണ്ണിലാവേ വെണ്ണിലാവേ പാതിരാവിൻ പനിനീരേ നീലവിണ്ണിൻ വീണുറങ്ങും മിന്നി നിൽക്കും മിഴിനീരേ വെണ്ണിലാവേ വെണ്ണിലാവേ പാതിരാവിൻ പനിനീരേ ഒരു പാട്ട്. അതൊക്കെ സ്റ്റേജിലെ, പണ്ടത്തെ സ്റ്റേജിൽ പാടുന്നത്. മറ്റേത് ചന്ദന ശീതള നീലനിലാവണി കുന്തള കോമള നാടേ എന്ന് പാട്ടുണ്ട്. അതൊക്കെ സ്റ്റേജിൽ പണ്ട് ആ കാലത്തൊക്കെ പാടിയിരുന്ന പാട്ടല്ല. പിന്നെ കമുകറ സാറിൻ്റെ പോകുന്നു പോകുന്നു ഞാൻ തരുമുഖാനുവാദം സഖീ തരുമുഖാനുവാദം സഖീ പോകുന്നു പോകുന്നു ഞാൻ ഒരു പാട്ടുണ്ട്. അതൊക്കെ അവിടെ ഫിലിമിലെ പാട്ടുകളല്ല, ലളിതഗാനങ്ങളാണ്. അതൊക്കെ പാടും, സ്റ്റേജിൽ പാടും, അങ്ങനെ കോമ്പറ്റീഷന് പാടും, പ്രോഗ്രാംസിന് പാടും. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ അതാ പാട്ടുകൾ. ആദ്യം ജയചന്ദ്രൻ എന്ന പേരുള്ള ഈ തമ്പുരാൻ മൃദംഗം വായിച്ചുകൊണ്ടല്ലേ സ്റ്റേജ്? അതെ, ഞാൻ മൃദംഗിസ്റ്റായിരുന്നു ആദ്യം. ആണല്ലേ? ഞാൻ 5-6 കൊല്ലം ആലുവയിൽ പഠിക്കുന്ന കാലത്തൊക്കെ 56, 53, 54 തൊട്ട് ഞാൻ ആലുവയിലായിരുന്നു 4 കൊല്ലം. അപ്പം അന്നൊക്കെ മൃദംഗം അവിടെ എന്നെ മാസ്റ്റർ പഠിച്ച് വീട്ടിൽ വെച്ച് മൃദംഗം പഠിപ്പിക്കുകയായിരുന്നു. അന്ന് പാലിയത്ത് അല്ലേ താമസിക്കുന്നത്? അല്ല, അന്ന് ആലുവയിൽ. ചേന്ദമംഗലം പാലിയത്ത് കൊട്ടാരത്തിലില്ല. അല്ല, പാലിയത്ത് അപ്പോൾ താമസമില്ല. പാലിയത്ത് ഞങ്ങൾ ഇപ്പോൾ വിട്ടിരിക്കണു. പാലിയത്ത് ഇപ്പോൾ അവിടെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ആലുവയിൽ തോട്ടക്കാട്ടുകര എന്ന സ്ഥലമുണ്ട്, അതിനോടായിട്ടാണ് താമസം. ആലുവയിൽ കുളിച്ച് താമസമൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ 4 കൊല്ലം അവിടെ സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം അപ്പോഴാണ് നമ്മുടെ പാട്ടിൻ്റെ തുടക്കം. ആക്ച്വലി അന്ന് പാട്ട് പാടി തുടങ്ങിയിരുന്നില്ല, മൃദംഗമായിരുന്നു. സ്ഥിരമായിട്ട് മൃദംഗം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് കച്ചേരിക്കൊക്കെ പോകും, ചെറിയ കച്ചേരിക്കൊക്കെ പോകും, മൃദംഗം വായിച്ചിട്ട് പോകും. അങ്ങനെ ആയിരുന്നു. പക്ഷേ
എന്നെ പാടിച്ച ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ അദ്ദേഹം മരിച്ചുപോയി ആലുവയിൽ. അദ്ദേഹം പള്ളികളിൽ ഈ ചർച്ചസ് ഇല്ലേ അവിടെ കോയർ അതിന് കോയറും അവിടുത്തെ ഓരോരോ ഈ അവിടുത്തെ ഭക്തിഗാനങ്ങളുണ്ട്, ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ്, അത് പാടാൻ എന്നെ വിളിച്ചോളും. 10 വയസ്സുള്ളൂ എനിക്ക്, എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് തുടങ്ങിയത്, ഞാൻ പാടി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വഴി പാട്ടാണെന്നുള്ള തിരിച്ചറിയുന്നത് ഈ വർഗീസിലൂടെയാണല്ലേ? വർഗീസ് പഠിച്ചു പാട്ടത് വഴി അപ്പോഴും തീരുമാനിച്ചിട്ടില്ല എൻ്റെ ലൈൻ അതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ വരും വിളിച്ചുകൊണ്ട് പോകും, ഞാൻ പാടുന്നു അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ഫീമെയിൽ വോയിസ് അല്ലേ, കൊച്ചു പയ്യനെ ചെറിയ. ശരിക്കും പാടി തുടങ്ങിയ പാട്ടുകാരനാവുമെന്ന് പറഞ്ഞ് ഇരിഞ്ഞാലക്കൂടെ നാഷണൽ സ്കൂളിൽ വന്ന രാമാ മാഷ് വന്നപ്പിന്നെയാണ് ഞാൻ ഒരു പാട്ടുകാരനാവും എന്നുള്ളൊരു പാട്ടുകാരനാണെന്ന് മനസ്സിലായത് മാഷ് വന്നപ്പിന്നെയാണ്. മാഷാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയതെന്ന് പറയാം. പാട്ടിലേക്ക് തിരിച്ചു സംഗീതാഭ്യാസം ഉണ്ട്? അഭ്യാസം അപ്പം പഠിച്ചിരുന്നില്ല. അപ്പോൾ ഈ കച്ചേരികൾ ഒരുപാട് കേട്ടിരുന്നു. ഈ മൃദംഗം വായിക്കുന്ന കാരണം അന്ന് വരുന്ന ഈ പണ്ട് ആലുവ ടാസ് ഹാളിൽ വരുന്ന വലിയ വലിയ ചെമ്മാങ്കുടി ശ്രീനിവാസേരം, മധുരൈ മണിയർ, അവരുടെയൊക്കെ കച്ചേരികൾ കേൾക്കാൻ പോകും. അന്ന് മൃദംഗം അങ്ങനെ വരുമ്പോൾ അങ്ങനെ പാട്ട് കേട്ട് അന്ന് ഒരുപാട് സിനിമ. പിന്നെ പഴയ ഹിന്ദി സോങ്സൊക്കെ ബിനാക്ക ഗീത് മാലയിലൊക്കെ പഴയ ഹിന്ദി സോങ്സൊക്കെ വല്ലോ, അതിങ്ങനെ കേട്ട റഫി സാഹിബിൻ്റെ, മുകേഷിൻ്റെ, അതെല്ലാം ഇങ്ങനെ കേട്ടിങ്ങനെ ലതാജിയുടെ ഒക്കെ പാട്ട് ഇങ്ങനെ കേട്ട് അങ്ങനെ ആ കാലം വരെ പാട്ട് കേട്ടപ്പോൾ അന്നും പാട്ടിനോട് ഇങ്ങനെ ഒരു ആഗ്രഹം, ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എൻ്റെ ചേട്ടൻ പാടിയിരുന്നു, ചേട്ടൻ മരിച്ചുപോയി, സുധാകരൻ, അദ്ദേഹം പാടിയിരുന്നു. ഇന്നസെൻ്റ് ചേട്ടനൊക്കെ പറയുമായിരുന്നു. അതെ, ചേട്ടനേക്കാൾ നല്ല പാട്ടുകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ദാസേട്ടൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അതെ, സുധാകരൻ എന്നാ പേര്. ദാസേട്ടൻ വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അവർ. പക്ഷേ അദ്ദേഹം കലാരംഗത്തേക്ക് വന്നില്ല. അങ്ങനെ അത് ആ സമയത്ത് തന്നെ വരാമായിരുന്നു, അത്ര ടാലൻറ്റഡ് ആയിരുന്നു. അങ്ങനെ പുള്ളിയും എന്നെ പഠിപ്പിച്ചിരുന്നു പാട്ട്. അദ്ദേഹം ചേട്ടനെ ഒരുപാട് പാട്ട് കുട്ടിക്കാലം പാടാനായിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തിരുന്നു. ചേട്ടൻ്റെ ട്രെയിനിങ് ഉണ്ട് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിൽ വരാനായിട്ട്. ഒരു മത്സരത്തിനൊക്കെ ഒരു വേദിയിൽ അങ്ങനെ ആദ്യം പാടിയ പാട്ട് അങ്ങനെ വല്ലതും ഓർക്കുന്നുണ്ടോ ചേട്ടൻ? മത്സരത്തിന് വേദിയിൽ പാടിയെന്ന് പറഞ്ഞാൽ സ്കൂളിലായിരിക്കും. ഞാൻ സ്കൂളിൽ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസ് അങ്ങനെ പാടിയതായിരിക്കും. എന്നാലും വളരെ പെട്ടെന്ന് അറിയപ്പെടും ഈ പാട്ടുകൾ തന്നെ, വെണ്ണിലാവേ, ചന്ദന ശീതള, ഈ പാട്ടുകളൊക്കെയാണ് മത്സരത്തിൽ അന്ന് പാടിയിരുന്നത്. സിനിമയിൽ ഇപ്പോൾ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിയാണ് ആദ്യത്തെ ഗാനം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ ആദ്യം പാടിയത് കുഞ്ഞാലി മരക്കാർ, അതിൽ ഒരു മുല്ല പൂമാലയുമായി എന്നൊരു പാട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട്, റെക്കോർഡ് ചെയ്ത പാട്ട്. പലരും ആ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. ആ പടം ഇറങ്ങിയത് പിന്നെ ആദ്യം ഇറങ്ങിയത് കളിത്തോണാണല്ലോ. പിന്നെ അത് ഇറങ്ങിയിട്ട് അത് അത്ര പോപ്പുലർ ആയില്ല ആ പാട്ട്. മറ്റേ കുഞ്ഞാലി മരക്കാരല്ല ഒരു പാട്ട്, അതൊന്ന് പാടാവോ? ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്ന് ഒന്നാം കടലിൽ മുങ്ങാങ്കുഴിയിട്ടൊന്നാം തിരമാല, ഒന്നാം തിരമാല, ഒരു മുല്ലപ്പൂമാലയും. അതിൻ്റെ കൂടെ പാടി പ്രേമ എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട്. അവരിപ്പോൾ അമ്മൂമ്മയായിട്ട് ഇവിടെ കോഴിക്കോട്ടിരിക്കുന്നുണ്ട്. ജയചേട്ടൻ ഇപ്പോഴും കുഞ്ചാക്കോ ബോബന് വേണ്ടി വരെ പാടിക്കൊണ്ട് ഇപ്പോഴും നല്ല ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഭാഗ്യം അല്ലേ? സിനിമയുടെയും പാട്ടിൻ്റെയൊക്കെ ഒരു രീതി ഇങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കുറച്ച് കുടുംബകാര്യങ്ങളാവാം. അതിപ്പോൾ ഭാര്യയും മകളും വന്നിട്ടുണ്ട്. ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. ജേട്ടനോടൊപ്പം ഇന്ന് സമാഗമത്തിൻ്റെ ഈ വേദി പങ്കിടാൻ എത്തിയിട്ടുള്ള ജേട്ടൻ്റെ പ്രിയ പത്നി ശ്രീമതി ലളിത, മോള് ലക്ഷ്മി, ഇവരെ രണ്ടുപേരെയും ഞാൻ സ്നേഹപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഒരു പ്രേമവിവാഹം ആയിരുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ. എന്നാലും റേഡിയോയിലൊക്കെ ഈ ഗായകൻ്റെ പാട്ട് കേട്ടപ്പോൾ എപ്പോഴെങ്കിലും പ്രേമം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഏത് പാട്ട് കേട്ടപ്പോഴാണ് പ്രേമിക്കാൻ തോന്നിയത്? പഴയ പാട്ടുകൾ. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് മറ്റേ കുപ്പായ കിശമേൽ. അത് പ്രേമിക്കാൻ തോന്നുന്ന പാട്ട് തന്നെ അല്ലേ? കുപ്പായ കിശമേൽ കുങ്കുമം പൊട്ട് കണ്ട് കൂട്ടുകാരൻ തന്നെ കളിയാക്കി. കുരുതിക്കളമല്ലേ? അല്ല, കുരുതിക്കളം. അമ്പലപ്രാവ്. അമ്പലപ്രാവിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബാബുരാജാണ്. ആ പാട്ട് കേട്ടപ്പോഴാണ് ആദ്യം പ്രേമിക്കണമെന്ന് തോന്നിയത്. അപ്പം അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ? ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കല്യാണാലോചന വന്നതൊക്കെ? പണ്ട് സിസ്റ്റർ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ സിസ്റ്ററുടെ കല്യാണം. പിന്നെ അങ്ങനെ സിസ്റ്റർ ഹസ്ബൻഡിൻ്റെ അമ്മ ആണ് ഇത് കൊണ്ടുവന്നത്. ഇങ്ങനൊരു ഈ കുങ്കുമപ്പൊട്ട് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നല്ലേ? പിന്നീട് ജേട്ടൻ്റെ എല്ലാ പാട്ടുകളും ഇഷ്ടം തന്നെയായിരിക്കും. കാരണം ജേട്ടൻ്റെ ഒരു ഹിറ്റല്ലാത്ത പാട്ടുകൾ ഇല്ല എന്ന് തന്നെ പറയല്ലേ. ഒരു സമയത്ത് ഇറങ്ങിയിരുന്ന എല്ലാ പാട്ടുകളും ഇപ്പം ഇവൻ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. മുത്തശ്ശി എന്ന് പറയുന്ന സിനിമയിൽ ജേട്ടൻ പാടിയ ഹർഷബാഷ്പം തൂക്കി എന്ന പാട്ട് ഹിറ്റാണ്. ദാസേട്ടൻ പാടിയ മുല്ലകൾ ഇന്നലെ ആരാമ ലക്ഷ്മിക്ക് എന്നുള്ള പാട്ട് അധികം പോപ്പുലർ ആയിട്ടില്ല. അങ്ങനെ ജേട്ടൻ്റെ പാട്ടുകളെല്ലാം ഒരുപാട് പോപ്പുലറാണ്. എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ജേട്ടൻ്റെ പാട്ടുകൾ ഏതൊക്കെയാണ്? കരിമുകിൽ കാട്ടിലെ സുപ്രഭാതം,
സുപ്രഭാതം പാടിയനല്ലേ ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ്. മോൾക്ക് ഏത് പാട്ടാണ് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടം? എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. വളരെ സെൻഷ്വസ് വോയിസ് ആണ് അച്ഛൻ്റെ. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എസ്പെഷ്യലി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ. ഈ ഇടയ്ക്ക് വന്ന ഗൗരി ശങ്കരത്തിലെ ഉറങ്ങാതെ എന്ന് പറഞ്ഞ പാട്ട്, അങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, അതൊക്കെ വളരെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഈ അടുത്ത കാലത്തായിട്ട് അച്ഛൻ്റെ ശബ്ദം കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്താണ് അതിൻ്റെ ഒരു രഹസ്യം? പണ്ടുള്ളതിനേക്കാൾ ശബ്ദമാധുരി ഒന്നുകൂടെ ഡെപ്തൊക്കെ ഒന്നുകൂടെ വോയിസിന്. എനിക്കതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല. അതിനുവേണ്ടി പ്രത്യേക പ്രാക്ടീസ് ഒന്നുമില്ല. പ്രാക്ടീസ് പാട്ടുകൾ കേൾക്കുക മാത്രമേ ഇത്രേ ഉള്ളൂ. വേറെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കുമ്പോൾ മറ്റാരെങ്കിലും പാടിയ ഏതെങ്കിലും പാട്ട് കേട്ടപ്പോൾ ഇത് ജയേട്ടൻ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഏത് പാട്ടാണത്? ദാസേട്ടൻ പാടിയ പാട്ടുകൾ ചിലത് ചേട്ടൻ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചില പാട്ടുകൾ അങ്ങനെ ഇപ്പം എനിക്ക് വടക്കം വീരഗാഥയൊക്കെ കാണുമ്പം ചന്തുവായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. നമ്മുടെ ചില ഒരു അത്യാഗ്രഹങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഉണ്ടല്ലോ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത് എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരു മോഹം, ഒരു ഗായകനായ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തോന്നാം. ജയേട്ടൻ അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ തോന്നിയിട്ടുണ്ട്? അത് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഏതെങ്കിലും? അങ്ങനെയല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അതെ, അതൊരു കലാകാരൻ്റെ ഒരു മോഹമാണ്. മോഹം. ഈ ദാസേട്ടനുമായിട്ടൊക്കെ ഉള്ള ബന്ധം എങ്ങനെയാണ് ചേട്ടൻ? ദാസേട്ടനായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ 1958 മറ്റേ ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് ദാസേട്ടൻ പാട്ടിന് കിട്ടി, എനിക്ക് മൃദംഗത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ശരി. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട്. അങ്ങനെ എന്നിട്ട് ഒരു സ്റ്റേജിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റേജിൽ. എന്നിട്ട് അതിന് ശേഷം പിന്നെ കാണുന്നത് സെക്കൻഡ് ഇയർ BSc പഠിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ മദ്രാസിൽ പോയി. മദ്രാസിൽ പാരിയൻ കമ്പനിയിൽ ജോലി എടുത്തതാണ് ഞാൻ. അതല്ല, അവിടെ എൻ്റെ ബ്രദർ ജോലി എടുത്തു. ചേട്ടനെ കാണാൻ വേണ്ടി പോയതാണ്, ചേട്ടൻ്റെ കൂടെ താമസിക്കാനായിട്ട്. സുധാകരൻ എന്നാ പേര്. ഞാൻ പറഞ്ഞു നല്ലോണം പാടുമെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു കക്ഷി ഇരിക്കുന്നു അവിടെ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഈ ആളെ അറിയാമെന്ന് വെച്ചു. ഞാനിങ്ങനെ നോക്കി കുറേ നേരം ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ റെക്കലക്ട് ദാസേട്ടൻ യേശുദാസ് അല്ലേ എന്ന് വെച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു 10-15 ദിവസം അവിടെ കൂടുതൽ ജോളിയായിട്ട് പാടിക്കൊണ്ട് അങ്ങനെ ആ ബന്ധം അന്ന് മുതലേ ഞങ്ങൾ ഉണ്ടായിരുന്നു, ദാസേട്ടനായിട്ടുള്ള ബന്ധം. പിന്നെ ഞാൻ പാടി എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കോഴ്സെല്ലാം കഴിഞ്ഞ് ഞാൻ പാടാനായിട്ട് വന്നിട്ട് ഇവിടെ ജോലി എടുക്കുമായിരുന്നു. പാരിയൻ കമ്പനിയിൽ ജോലി എടുക്കുന്ന സമയത്ത് ദാസേട്ടനെ കാണാൻ വേണ്ടി പോകും. കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് റെക്കോർഡിങ്ങിന് കാണിക്കാൻ കൊണ്ടുപോകും. ഒന്നിച്ച് പോകാറുണ്ട് ഞങ്ങൾ ദാസേട്ടൻ്റെ കൂടെ. അന്ന് പോയിട്ട് തന്നെ ദേവരാം മാസ്റ്ററെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ അവിടെ വെച്ചാൽ മാണിക്യ വീണുമായ റെക്കോർഡിങ് സമയത്താണ് ദേവരാം മാസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഞാൻ ദേവരാം മാസ്റ്റർ ആദ്യം കാണുന്നത്. അപ്പോൾ അത് ഞാൻ പാടിയിട്ടില്ല, അപ്പോൾ പരിചയപ്പെട്ടു. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ദാസേട്ടൻ്റെ റെക്കോർഡിങ് കേൾക്കാൻ വേണ്ടി പോകും ഞാൻ. അപ്പോൾ ഈ മുല്ലപ്പൂമാലയുമായി എന്നുള്ള പാട്ട് പാടിയിട്ടില്ല? അപ്പോൾ പാടിയില്ല. അതിന് മുമ്പ് ചേട്ടൻ എന്തോ കെമിസ്റ്റ് ആയിട്ടൊക്കെ അല്ലേ ജോലി? അതെ, പാരിയൻ കമ്പനിയിൽ. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത്? അതല്ല, ഞാൻ സുവോളജിയാണ് പഠിച്ചത്. എന്നിട്ട് പിന്നെ കെമിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്തു അവിടെ. അത് എത്ര നാൾ? അത് 6 മാസം. അവർ നീണ്ടു നിന്നില്ല. മോൻ പാട്ടൊക്കെ പഠിക്കുന്നില്ലേ? മോൻ പാട്ട് പഠിക്കുന്നില്ല, അവൻ പാടും. പാട്ടുകാരനാണ്. പാടും അല്ലേ? അവൻ്റെ പേര് ദിനനാഥ്. ലതാ മങ്കേഷ്കറിൻ്റെ അച്ഛൻ്റെ പേരാ ദിനനാഥ് മങ്കേഷ്കർ എന്ന് പറഞ്ഞല്ലേ, അതിൽ എടുത്ത പേരാണ് ഞാൻ ദിനനാഥ് എന്നുള്ള പേര്. ദിനനാഥ്. ഇന്നും വന്നില്ല, മോൻ വന്നില്ല? അല്ല, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മറ്റേ കോളേജ്, അമ്മയുടെ കോളേജ് ഉണ്ടല്ലോ മറ്റേ കോയമ്പത്തൂർ, അവിടെ MBA പഠിച്ചുകൊണ്ടിരിക്കുക. ശരി. എങ്ങനെയുണ്ട് അച്ഛൻ? വീട്ടിൽ ഭയങ്കര ദേഷ്യക്കാരനാണോ? ആദ്യമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ വളരെ ക്വയറ്റാണ്. ഇപ്പം ഞാൻ പേടിക്കാരനായി. ആദ്യം ചെറുപ്പത്തിലെ ചെറുതായിരുന്നപ്പോൾ നല്ല വഴക്കൊക്കെ പറയായിരുന്നു. വഴക്ക് പറയേണ്ട ആവശ്യമില്ല, നോക്കിയാൽ തന്നെ പേടിക്കും. ഇപ്പൊ അങ്ങനെയല്ല, പിന്നെ വളരെ ഫ്രണ്ട്ലി അപ്രോച്ച്. ഞാൻ പേടിക്കും അതല്ലേ നോക്കിക്കഴിഞ്ഞാൽ. ഈ ഭയങ്കര ദേഷ്യക്കാരനായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മൾ സാറിന് ഈ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഈ ഓർഗനൈസേഴ്സൊക്കെ നിസ്സാരം എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ മതി, പെട്ടെന്ന് ദേഷ്യം വരെ. അത് ഭയങ്കര ഡെഡിക്കേഷൻ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പാട്ടിന്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ തന്നെ ഇഷ്ടമല്ല. ശരി. ഭയങ്കര ഡെഡിക്കേഷനാണ്, അതുകൊണ്ടാണ്. അത് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രണ്ട്ലിയാണ്. തമാശകൾ പറയാനും ചിരിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് തമ്പുരാൻ്റെ തന്നെ സ്വഭാവം വരും ചിലപ്പം, അല്ലേ? നല്ല ചൂട് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ദേഷ്യപ്പെടുന്നത്. പക്ഷെ വീട്ടിലെത്ര ഇല്ല. വീട്ടിലിരുന്ന് പാടുമോ പാട്ടുകളൊക്കെ? അങ്ങനെ പാടാറുണ്ട്. അല്ല, വെറുതെ കേട്ട് പാടുന്ന പോലെയല്ല, ഒരു ശരിക്കും നിങ്ങൾ പാടിത്തരുന്നത് പോലെ നന്നായിട്ട് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പാടാറുണ്ട്. നമുക്ക് എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു പാട്ട് പാടാം. പാടാലോ.
ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ എന്തു ചെയ്വൂ നീ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ എന്തു ചെയ്വൂ നീ ഏത് സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു ഏത് രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി ആരുണർത്തുന്നു ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ എന്തു ചെയ്വൂ നീ. പാട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിലും ആസ്വദിക്കാൻ കഴിയുന്നത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ് അല്ലേ? ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പോൾ പാട്ട് പാടാനും കൂടെ കഴിയാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഭാഗ്യമായിരിക്കും അല്ലേ? ചേച്ചി പാടൂല്ലേ? ഇല്ല, കേൾക്കാറേ ഉള്ളൂ. പാടില്ല നിർബന്ധമാണ്? പാടാറില്ല. മോള് പാടും? ഇല്ല, ഞാൻ പാടില്ല. പാട്ട് കേൾക്കും, ചിലപ്പോൾ ഒന്ന് മൂളും, അത്ര തന്നെ ഉള്ളൂ. ഇപ്പം മോളാണോ? വേണ്ട. ഈ ഇത്രയധികം പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8000-ലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ ജേട്ടൻ പാടിയ ഏതെങ്കിലും പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ലൈൻ എവിടെയെങ്കിലും പെട്ടെന്ന് കേട്ടാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് ഞാൻ പാടിയ പാട്ടാണ്, ഇന്ന പാട്ടാണെന്നൊക്കെ ഉള്ളത്? ലൈൻ കേട്ടാൽ പറയാൻ പറ്റും. ആണല്ലേ? പാടാൻ പറ്റും. മിന്നാതെ മിന്നുന്ന മിന്നാമിനുങ്ങേ ഒന്നുറങ്ങാനുള്ള ചൂടുണ്ടോ, മകരം പോയിട്ടും മാടമുണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ, മേടം വന്നിട്ടും പാടമുണർന്നിട്ടും മേനിത്തരിപ്പു കുറഞ്ഞില്ലേ, എങ്ങനെ സല്ലപിക്കും ഞങ്ങൾ, എങ്ങനെ സല്ലപിക്കും. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജകുമാരികളെ, മത്സരിക്കേണ്ട സൗന്ദര്യ മത്സരത്തിൽ മത്സഖിയോടിന്നും നിങ്ങളാരും. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജകുമാരികളെ. മിക്കവാറും എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകൾ ചേട്ടൻ പാടിയിട്ടുണ്ടല്ലോ. അന്നത്തെ സംഗീത സംവിധായകർ, അതായത് ദക്ഷിണാമൂർത്തി, ബാബുരാജ്, ദേവരാജൻ മാസ്റ്റർ, അങ്ങനെയുള്ള സംഗീത സംവിധായകരെ കുറിച്ചാണ്. അവർക്ക് പാട്ട് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നില്ലേ? അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കൂളിൽ പോകുന്ന മാതിരിയാണ്. പാട്ടുകൾ പറഞ്ഞു തരും, അവർ വിളിച്ചുകൊണ്ട് പാടി ആദ്യം പാട്ട് എഴുതി ലിറിക്സ് ആദ്യം എഴുതിത്തരും. എഴുതി എടുത്തു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ അതിലായി ലിറിക്സ് വായിച്ചു നോക്കാൻ പറയും. അതിൻ്റെ അർത്ഥവും മീനിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞു തരാനുള്ളതൊക്കെ പറഞ്ഞു തരും. ലിറിസിസ്റ്റും ഉണ്ടാകും. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിന്നോ വയലാറെന്നോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാസ്കരൻ മാസ്റ്റർ ആരെങ്കിലും, അവരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും, അർത്ഥം അതിൻ്റെ പറഞ്ഞു തരും. പിന്നെ ഈ പ്രാക്ടീസ് പഠിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാവശ്യമല്ല, നമ്മൾ ദിവസങ്ങളോളം പോകണം. ഒരാഴ്ച ഒരാഴ്ചക്ക് റിഹേഴ്സൽ വേണ്ടി വരും നമുക്ക്. നമ്മൾ ഇത് പോയിട്ട് ആദ്യം പോയി അവിടെ ആദ്യം ഹാർമോണിയം, തബല, ഗിറ്റാറൊക്കെ വെച്ച് ചെറിയ രണ്ട് മൂന്ന് ഇൻസ്ട്രുമെൻറ്റ് വെച്ച് പാടി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ റെക്കോർഡിങ് തന്നിട്ടുള്ളൂ പറഞ്ഞു തന്ന്. അതും പാട്ട് പറഞ്ഞു തന്നാൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടൊക്കെയാണ് അന്നത്തെ റെക്കോർഡിങ് ഒക്കെ. ഇന്നത്തെ മാതിരി അങ്ങനെ ഇന്ന് ചെന്ന ഉടനെ നമുക്ക് പാട്ട് ഏതാണെന്ന് അറിയാൻ പാടില്ല, ചെല്ലുമ്പോഴാണ് പാട്ട് ഏതാണെന്ന് അറിയുന്നത്. സ്റ്റുഡിയോ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ പാട്ട് തന്നെതാണെന്ന് അറിയുന്നത്, അപ്പം തന്നെ പഠിച്ചപ്പോൾ പാടുക ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു വ്യത്യാസമുണ്ട്. വേറെ ഇപ്പോൾ വെച്ചാൽ 4 ലൈനായിട്ട് എടുക്കാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല, ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പാടണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ വേറൊരു മെച്ചം വെച്ചാൽ ഫീലിങ്സും കണ്ടിന്യൂറ്റിയും കൂടും. അന്നത്തെ ആ ടൈപ്പ് ഓഫ് റെക്കോർഡിങ്ങിൽ ഒരുപാട് ഫീലിങ്സും
ഭാവം കൂടുതൽ. ഓർക്കസ്ട്ര എല്ലാവരും കാണുകയാണ്, നമ്മൾ ഓർക്കസ്ട്രക്കാരെ എല്ലാവരും മ്യൂസിഷ്യൻസ് എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ട് പാടുന്നത്. അവരെ കണ്ടുകൊണ്ട് പാടുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ഇതായിട്ടുള്ള അവർക്കും ഉണ്ട്. അതുപോലെ നമ്മൾ വായിച്ച് തബല വായിക്കുന്നവർക്കും നമ്മളെ കണ്ടുകൊണ്ട് വായിക്കുമ്പോൾ അവർക്കും ഇൻസ്പിറേഷൻ നമുക്ക് അവർ കാണുമ്പോൾ. ഇപ്പോൾ ഡ്യുവറ്റ്സ് പാടുകയാണെങ്കിൽ അന്ന് ജാനകിയമ്മയോട്ടോ സുശീലാമ്മയോട്ടോ കൂടെ പാടുമ്പോൾ അവരൊന്നിച്ച് നിന്നിട്ടാണ് പാടുന്നത് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫീലിംഗ് ഒരു വ്യത്യാസമുണ്ട്. അവർ നിന്ന് ലൈവായിട്ട് പാടുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ ഡ്യുവറ്റ് പാടുമ്പോൾ ആ ഫീലിംഗ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചിത്ര പാടുന്നത്, അല്ലെങ്കിൽ സുജാത പാടുന്നത്. അവരെ കാണുന്നതന്നെയില്ല. റെക്കോർഡ് വരുമ്പോഴായിരിക്കും നമ്മുടെ ഡ്യുവറ്റ്സ് നമ്മുടെ വോയിസ് കേൾക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായി എന്നല്ലാതെ പാട്ടിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും ക്വാളിറ്റി മറ്റേതിന് കൂടുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് പിന്നെ കൂടുതൽ ഇതാണ്. ഇപ്പോൾ ഒരു വാക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഒരു അക്ഷരം വേറെ കൂടെ മാറ്റാൻ പറ്റുന്നതാണ്. ശ്രുതി ഇപ്പോൾ വേറൊരു ഇത് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ എവിടെയെങ്കിലും ശ്രുതി പോയിട്ടുണ്ടെങ്കിൽ ശ്രുതി ചേർക്കാൻ പറ്റും. ശരി. അപ്പോൾ പാട്ടുകാരൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഒരു യാതൊരു ഇതുമില്ല, കോൺട്രിബ്യൂഷൻ വരില്ല. അപ്പോൾ എല്ലാം മെഷീൻ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റേതല്ല. എനിക്കിപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഇപ്പോൾ സുശീലാമ്മയും റഫി സാഹബൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഇവരൊക്കെ അന്ന് ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പാടി എങ്ങനെ പാടിയവരെ പാടിച്ചിരുന്നത്. നമ്മൾ പാടിയതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല. അവർ പാടിയ പാട്ടുകളെക്കുറിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ അവർ പാടിയത്. അപ്പോഴാണ് അവരോടുള്ള നമുക്ക് ആ ഒരു ബഹുമാനം കൂടുന്നത്. അങ്ങേറ്റം കണ്ണ് നിറഞ്ഞു പോകും. നമ്മുടെ സലിൽ ചൗധരിയുടെ ഒക്കെ വളരെ കുറച്ച് പാട്ട് പാടിയിട്ടുള്ളൂ. വളരെ കുറച്ച് പാടി. മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ പിന്നെ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. പക്ഷേ ചേട്ടൻ പാടിയ പാട്ടുകളൊക്കെ നല്ല നിശാസുരഭികൾ, പൊന്നുഷസിനുപവനങ്ങൾ. നിശാസുരഭികൾ ഓർക്കാൻ പറ്റുന്നുണ്ട്? കുറച്ചറിയാം. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ, എന്നെ വിളിച്ചുണർത്താൻ പ്രിയദർശിനി നീ വികാരവതിയായി വരികയോ, വീണ്ടും വരികയോ. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ. അദ്ദേഹം പാട്ട് പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? നമുക്ക് ട്യൂൺ തന്നെ അങ്ങനെ പറഞ്ഞു നമ്മളെ വേഴ്സ് അതൊക്കെ. അത് ലിറിസിസ്റ്റാണ്, നമുക്ക് അതിൻ്റെ വേർഡ്സ് കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ മീനിങ് ചെയ്ത്. ഈ ഇത്രയും പാട്ടൊക്കെ അച്ഛൻ പാടുന്ന കേൾക്കുമ്പോൾ കൂടെ ഒന്ന് പാടണമെന്ന് തോന്നില്ലേ? ചിലപ്പോൾ മൂളാറുണ്ട്, പക്ഷേ ഇപ്പോൾ വേണ്ട. ശ്രീ രാമനാഥൻ മാസ്റ്ററാണ് നമ്മുടെ അടുത്ത അതിഥി. ജയേട്ടൻ ആദ്യമേ നമ്മളോട് പറഞ്ഞു, ജയേട്ടനിലെ ഗായകനെ തിരിച്ചറിഞ്ഞ് ഇതാണ് ജയചന്ദ്രൻ്റെ മാർഗം എന്ന് തിരിച്ചു കൊടുത്ത, ജയേട്ടൻ മനസ്സുകൊണ്ട് ഗുരുവായി കരുതുന്ന ശ്രീ രാമനാഥൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പത്നിയോടൊപ്പം സമാഗമത്തിൻ്റെ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ആനയിക്കട്ടെ. എങ്ങനെയായിരുന്നു ഈ ശിഷ്യനിലെ ഈ ഗായകനെ തിരിച്ചറിഞ്ഞത്? ഞാൻ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലായിരുന്നു. സാഹിത്യ സമാജം പരിപാടി എല്ലാ ആഴ്ചയിലും കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഇവരുടെ ക്ലാസ്സിൽ, അന്ന് ജയൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അവരുടെ പ്രോഗ്രാമിന് അധ്യക്ഷനായിട്ട് എന്നെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പരിപാടി വായിച്ചു, പ്രസംഗം, അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് ലളിതഗാനം പി ജയചന്ദ്രൻ കണ്ടു, വായിച്ചു. ഇത് വായിച്ചതും ഒരു കുട്ടി, ചെറിയ കുട്ടി, വളരെ ചെറിയ, ഓടി വന്ന് ഒരു ഭയോ സംശയമോ ഒന്നും കൂടാതെ പെട്ടെന്ന് പാടാൻ തുടങ്ങി. ആ പാട്ട് ഒരു സ്വിച്ച് ഇട്ട പോലെ ഇങ്ങോട്ട് തുടങ്ങുകയാണ്, നാണിച്ച നിൽക്കലോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ആ പാട്ട് കേട്ട് ഞാൻ ഇങ്ങനെ, നമ്മളെന്താ പറയുക, തരിച്ചിരിക്കുക എന്ന് പറയില്ലേ, അതുപോലൊരു കുട്ടി ഇതുവരെ പാടി കേട്ടിട്ടില്ല. അപ്പോൾ ആ പാട്ട് കഴിഞ്ഞതും ഒരു പാട്ട് കൂടി പാടുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് പറയേണ്ട താമസം രണ്ടാമത്തെ പാട്ട് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഈ കുട്ടിയെ വിളിച്ച് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. അപ്പോൾ ഞാനന്ന് വളരെ ചെറുപ്പമാണ്, അവിടെ വെച്ച് ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആണെന്ന് പറയാം. സ്റ്റാഫ് റൂമിൽ വലിയ അധ്യാപകരുടെയൊക്കെ അടുത്ത് കൊണ്ടുവന്നിട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ഹെഡ് മാസ്റ്റർ അടക്കം എല്ലാ സീനിയർ അധ്യാപകരും അവിടെ ഉണ്ട്. അവിടെയും ഒരു കൂസലും ഇല്ലാതെ പാടി തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് വളരെ തലമുതിർന്നൊരു അധ്യാപകൻ പറഞ്ഞു, ആ വർഷം യുവജനോത്സവം തുടങ്ങുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട്, ഫസ്റ്റ്. അപ്പോൾ ആ മാഷ് പറഞ്ഞു, ഇവൻ ഇക്കൊല്ലം നമുക്ക് ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് സമ്പാദിക്കും, സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പാട്ട്. ഗോപാലനല്ലേ?
ഗോപാലന മാഷ് പാടി തുടങ്ങണത്. അതിലൊരു ചെറിയ മാറ്റം വന്നു. അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് അടിച്ചത് വേറൊരു കുട്ടിയാണ്. അതെ ആ കുട്ടിയുടെ പേര് യേശുദാസ് എന്നായിരുന്നു. ജയൻ രണ്ടാമനായി. പക്ഷെ അടുത്ത കൊല്ലം 1ാം സ്ഥാനത്തെത്തി. മൃദംഗത്തിൽ ആ കൊല്ലം ഫസ്റ്റ് കിട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞതാണ് ആ വേദിയിൽ വെച്ചാണ് ആദ്യം ദാസേട്ടനെ കാണുന്നത്. അപ്പം അന്ന് വേറൊരു വിശേഷം കൂടി ഉണ്ടായത്, യേശുദാസിന് ക്ലാസിക്കലിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. ഈ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം കഴിഞ്ഞിട്ട് യേശുദാസ് പാടിയപ്പോൾ ജയനാണ് മൃദംഗം വായിച്ചു കൊടുത്തത്. അല്ലേ? അതെ അതെ. ഇന്നാണെങ്കിൽ അതൊരു ഹൈക്കോർട്ടിൽ പോകുന്ന അപ്പീലുമൊക്കെ ആയിട്ട് പോകേണ്ട കാര്യമായിരുന്നു. ഇന്നത്തെ യുവജനോത്സവത്തിന് അങ്ങനെയാണല്ലോ അല്ലേ? കേസാണ്, കേസും അപ്പീലും ഒക്കെയാണ്. പക്ഷെ അന്ന് വളരെ സൗഹാർദ്ദത്തോടു കൂടി അന്ന്. ഇന്നും അതുപോലെ ആ സൗഹാർദ്ദം നിലനിൽക്കുന്നു അല്ലേ? ഇന്നും പിന്നെ എത്രയോ കാലം ദാസേട്ടൻ ചേട്ടനും മാത്രമല്ലേ മലയാള സിനിമയിലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങളെന്ന് പറയാൻ ആ ദാസേട്ടൻ്റെയും ചേട്ടൻ്റെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ ഗായകൻ്റെ ഒരു വളർച്ച എങ്ങനെയാണ് മാസ്റ്റർ നോക്കി കണ്ടത്? പിന്നെ അവിടുന്ന് അടുത്ത വർഷങ്ങളിലൊക്കെ സമ്മാനങ്ങൾ നേടിക്കൊണ്ടിരുന്നു. അത് ഞങ്ങളുടെ സ്കൂളിൻ്റെ കുത്തകയായിരുന്നു. ലളിതഗാനം, മൃദംഗം, പിന്നെ സമൂഹഗാനം. അപ്പോൾ അന്ന് ഈ സമൂഹഗാനത്തിന് വേണ്ടി ഞാൻ കുറേ പാട്ടൊക്കെ എഴുതി. ഇവർ പാടാനുള്ളതുകൊണ്ട് ജയൻ്റെ കൂട്ടുകാർ കുറേ പേര് നല്ല പാട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് അന്ന് ആ ഒരു ആവേശത്തിൽ എഴുതിയതാണെന്ന് പിന്നെ മനസ്സിലാവണത്. പിന്നെ എഴുതാൻ പറ്റാറില്ല. അപ്പോൾ അതിൽ വേറൊരു അനുഭവം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിന് ജയൻ്റെ പാട്ടുണ്ടായിരുന്നു. അന്ന് വലിയ ഗായകനായി കഴിഞ്ഞ 1986. അപ്പോൾ ആ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പാട്ട് പാടുമ്പോൾ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. എന്നിട്ട് സത്യം പറഞ്ഞാൽ പാടാത്ത എന്നെ കൊണ്ട് കൂടെ പാടിച്ച്, അപ്പോൾ റിട്ടയർ ചെയ്ത് പോരുമ്പോൾ പാട്ടും പാടി ഇറങ്ങി പോരാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ടായി. കരഞ്ഞിട്ടല്ല പോകുന്നത്, പാട്ട് പാടിയിട്ടാണ് ഇറങ്ങിയത്. നമുക്ക് അന്ന് ആ സാഹിത്യ സമാജത്തിൻ്റെ മീറ്റിങ്ങിന് വന്ന ആ പയ്യനോട് പാടാൻ പറഞ്ഞ പോലെ ഇന്നൊന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പം പെട്ടെന്ന് പാടുമായിരിക്കും. പാടും. വിഘ്നേശ്വര ജന്മനാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു, തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ, ഏകദന്ത കാക്കണമേ നിയതം. ഇരുളിൻ മുളങ്കാട് തേടുമ്പോൾ അതിൽ നിന്നൊരു വറ്റ് നീ തരണേ. വേഴ്സ് മുഴുവൻ ഓർക്കുന്നില്ല ഞാൻ. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. വിഘ്നേശ്വര എന്നുള്ളത് കണ്ണടച്ചേ പാടാൻ പറ്റുള്ളൂ. ആ ഭക്തി അതിലങ്ങോട്ട് വരും. അതാണ് മറ്റുള്ള പാട്ടുകളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എന്നും ചേട്ടന് വ്യത്യസ്തനാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമകളിൽ ഇത്രയും കാലം കേട്ടിട്ടുള്ള പാട്ടുകളിൽ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടം തോന്നിയ പാട്ട് ഏതാണ്? കരിമുകിൽ കാട്ടിൽ എനിക്കിഷ്ടമാണ്. അത് ചേച്ചിക്കും ഇഷ്ടപ്പെട്ട പാട്ട് കരിമുകിൽ കാട്ടിലാണ്. ഇത്രയും പേര് കരിമുകിൽ കാട്ടിലെ ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് നമുക്കതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം അല്ലേ? കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി, കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി, കരയിൽ നീ മാത്രമായി. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി, ചക്രവാളമാകെ നിന്റെ
ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി. ഈ മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി പുറത്തു വന്നപ്പോൾ ഞങ്ങളത് നാട്ടിൽ അതൊരു ആഘോഷമായിരുന്നു. ആ റെക്കോർഡ് അന്നത്തെ റെക്കോർഡ് വലിയ വലിയ റെക്കോർഡ് ചെമ്പിയുടെ അത് അന്ന് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഇരിങ്ങാലക്കുട ടൗണിലെ സെൻറ്ററിൽ ഒരു മൈക്കൊക്കെ ഉള്ള ഇലക്ട്രിക്കൽ കടയുണ്ടായിരുന്നു. ഡാണാവല്ല നട എന്ന് പറയുന്ന കുറുമാണിക്ക് അമ്പലത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്നത് ആദ്യം ഞങ്ങളത് പ്രക്ഷേപണം ചെയ്തു. അപ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു തിയേറ്ററുണ്ട്, ആ പ്രഭാത് അന്ന് പയനിയർ, അവിടെ കൊണ്ടുവച്ച് പയനിയർ തിയേറ്റർ എന്ന് പറയാം. ഫസ്റ്റ് ഷോ സമയത്ത് ആ പാട്ട് വീണ്ടും പ്രക്ഷേപണം അവിടെ വെച്ചു. അങ്ങനെ ഒരു ഉത്സവം പോലെയായിരുന്നു ആ പാട്ട്. ഒരു നാടിൻ്റെ ആഘോഷമായിരുന്നു അല്ലേ? മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന് ഒരു ഗായകൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടും എനിക്ക് സ്കൂളിൽ നിന്ന് സ്വീകരണം തന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ അത് വലിയ സംഭവം. ഗവർണറും സ്പീക്കറൊക്കെ പങ്കെടുത്തിട്ടുള്ള ദേവരായ മാഷ് ഉണ്ടായിരുന്നു. ദേവരായ മാഷ് വന്നിരുന്നു 87 അല്ല 86 87 മാഷ് എൻ്റെ യാത്രയപ്പ്. അതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പല വേറെ ഒരു ഓർമ്മിക്കുന്ന സംഭവം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലുണ്ടായ ഒരു ടീ പാർട്ടി, ചെറിയൊരു ടീ പാർട്ടി കഴിഞ്ഞിട്ട് അന്ന് ജയൻ മാത്രം ഒറ്റയ്ക്ക് ഉപകരണങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് ഒരു മണിക്കൂർ ഇരുന്ന് പാടി. അതൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പാടിയുള്ളൂ. കുറച്ച് പേര് ഞങ്ങൾ വീട്ടുകാർ മാത്രം. അന്ന് 5-8 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ശ്രീശബരീശ പാടിയത് തുടക്കം ശ്രീശബരീശ തന്നെയാണ്. അന്ന് ആ സാഹിത്യ സമാജത്തിൻ്റെ മീറ്റിങ്ങിൽ മാസ്റ്റർ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് ആ കലാകാരൻ ഇന്ന് അല്ലേ ഒരുപാട് വളർന്നു. ആ വളർച്ച മുഴുവൻ മാസ്റ്റർ നോക്കി നിന്ന് കാണുകയും ചെയ്തു. ഒരു ജീവിതത്തിലൊരു വലിയ ചരിതാർത്ഥ്യമാണ്. എന്നും മാസ്റ്ററുടെ അനുഗ്രഹം ഈ ഗായകൻ്റെ മേലുണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടെ വന്നതിനും പങ്കെടുത്തതിനും ഒരുപാട് നന്ദി. അടുത്തായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ജയേട്ടൻ്റെ ഒരു കടുത്ത ആരാധകനെയാണ്. ഒരുപാട് ആരാധകരുണ്ടാവും, പക്ഷേ ഈ ആരാധകന് ഒരു പ്രത്യേകതയുണ്ട്. ജയേട്ടൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും അതിൻ്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രദീപ് കുമാർ. പ്രദീപ് കുമാറാണ് സമാഗമത്തിലെ അടുത്ത അതിഥി. ഞാനിതാ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. പ്രദീപ് കുമാർ, ജേട്ടൻ പാടിയ ഏറെക്കുറെ എല്ലാ പാട്ടുകളും ഉണ്ട് അല്ലേ? എന്ന് തൊട്ടാണ് ഇതിങ്ങനെ ഈ പാട്ടുകൾ ശേഖരിക്കണമെന്ന് തോന്നി തുടങ്ങിയത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ ജേട്ടൻ്റെ പാട്ടുകളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അത് വോയിസിനോടാണ്. പാട്ട് പാടുമ്പോഴുള്ള ലയം ജേട്ടൻ്റെ, പിന്നെ പാട്ടിനകത്തുള്ള ദൈവിക ശക്തി ജേട്ടനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മറ്റെല്ലാ കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ജേട്ടൻ അത് തന്നെയാണ്. അപ്പം അന്ന് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പാട്ട് കേൾക്കാനുള്ള ഏക ഉപാധി റേഡിയോ മാത്രമാണ്. റേഡിയോയിൽ പലപ്പോഴും 1 മണിക്കൂർ ഇരുന്ന് പാട്ട് കേട്ടാലും ജേട്ടൻ്റെ പാട്ട് മനഃപൂർവ്വം ഇടത്തില്ല അവർ. ആകാശവാണി അതുപോലെ തന്നെ വിവിധ ഭാരതി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം ചില സിനിമകളിൽ ജേട്ടൻ്റെ പാട്ടാണ് വളരെ ഹിറ്റാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇടത്തില്ല അവർ. ഒരു ഒതുക്കൽ പ്രക്രിയ അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹമായി എനിക്ക്. അങ്ങനെ 81 ഒരു ടേബിൾ കാർ വാങ്ങിച്ചു ആദ്യമായിട്ട്, നാഷണൽ പാനാസോണിക്. അത് വാങ്ങിച്ചിട്ട് അതിൽ ആദ്യം ഇടുന്നത് പുഷ്പാഞ്ജലി എന്നുള്ള കാസറ്റാണ്. പുഷ്പാഞ്ജലി, വിഘ്നേശ്വരാന്തി നാളികേരം, ആ പാട്ടിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പം കുറച്ച് നേരത്തെ പാടി. അപ്പോൾ അത് അന്ന് തൊട്ട് പാട്ടുകൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും കേൾക്കാമല്ലോ. ഇത്രയും 1 മണിക്കൂറും 2 മണിക്കൂറും കാത്തിരിക്കണ്ടല്ലോ. എത്ര മണിക്കൂറാണെങ്കിലും കേൾക്കാൻ പറ്റും. അപ്പോൾ അന്ന് തമിഴ് പാട്ട് കേൾക്കാനായിട്ട് സിലോൺ റേഡിയോ ആണ് പിടിക്കുന്നത്. സിലോൺ റേഡിയോ പിടിച്ചു കഴിഞ്ഞാൽ തമിഴ് പാട്ട് ഇടണം. പക്ഷേ അത് ഷോർട്ട് ബാൻഡ് ആയത് കാരണം അത് കൂടിയും കുറഞ്ഞും കേൾക്കുള്ളൂ. അപ്പോൾ നല്ല ഹൈറ്റിൽ കൊണ്ട് ആൻറ്റിനയൊക്കെ കെട്ടി എന്നിട്ട് റേഡിയോയിൽ പിടിച്ച് കണക്ഷൻ കൊടുത്ത് ചെയ്യുമായിരുന്നു. കുറച്ച് റേഡിയോ മെക്കാനിക്സ് അറിയാം എനിക്ക്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങിയാണ് പാട്ടുകൾ. ഒരു 84-85 ആയപ്പോൾ റെക്കോർഡ് കളക്ഷൻ തുടങ്ങി. ഞാൻ MSc ഒക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങി. കുറച്ച് പൈസ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്ത ചിന്ത എല്ലാ റെക്കോർഡും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കേരളം മൊത്തം ട്രാവൽ ചെയ്ത്, തമിഴ്നാട്ടിൽ കുറേ ദൂരം ട്രാവൽ ചെയ്ത്, ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ സൗണ്ട്സ് കാണുമല്ലോ, അജന്ത സൗണ്ട്സ്, ഏതെങ്കിലും സൗണ്ട്സ് ആരെ കണ്ടാൽ ഉടനെ അതിനാണ് നോക്കുന്നത്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ അവിടെ പോകും.
അവരിൽ പഴയ റെക്കോർഡ് കാണും. ഈ 85, 86 കാലയുടെ റെക്കോർഡൊക്കെ നിന്ന് തുടങ്ങി. പോയി. അപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചാണ് അവർ. അവർ ഉപയോഗിക്കല്ലാതെ മാറ്റി വെച്ചിരിക്കുക. അവർ ഇത് കംപ്ലീറ്റ് പോയി വാങ്ങിച്ചു. ഇതിൽ ചേട്ടൻ്റെ പാട്ടുകൾ നോക്കി മാത്രം എടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അവർ മൊത്തമാണെങ്കിൽ ഒരു ഹോൾസെയിൽ റേറ്റ് പറയും, എനിക്ക് മൊത്തം വേണ്ട, എനിക്ക് ചേട്ടൻ്റെ പാട്ടല്ലാതെ ഒരു ശബ്ദം കേൾക്കാൻ എൻ്റെ മരണം വരെ എനിക്ക് പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ റെക്കോർഡ് കളക്ഷനിലേക്ക് വരുന്നത്. എന്നാണ് ചേട്ടൻ ആദ്യം കാണുന്നത്? അയ്യോ, അതൊക്കെ ഒരു ഈശ്വരാധീനം പോലെ നടന്നേ ഉള്ളൂ. ഞാൻ BSc പഠിക്കുന്ന കാലത്ത് ജയേട്ടൻ്റെ ഒരു പ്രോഗ്രാം പുത്തരിക്കണ്ട മൈതാനത്ത് വരികയാണ്. ജയചന്ദ്രൻ, SP ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ പാടുന്നു. അവിടെ ഒരു അഖിലേന്ത്യാ പ്രദർശനം നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ജയേട്ടൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അഡ്രസ്സ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് നടന്നില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറി കാണാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് അകത്ത് കയറിയൊന്നുമില്ല. ചുറ്റും നിന്നൊരു കറക്കമൊക്കെ ഇറങ്ങി. അപ്പോൾ അഡ്രസ്സ് കിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് സിനിമ മാസിക എന്ന് പറഞ്ഞൊരു മാഗസിൻ പണ്ടുണ്ടായിരുന്നു, സിനിമ മാസിക. അതിനകത്ത് ജയേട്ടൻ്റെ പടവും അഡ്രസ്സും അടിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ജയേട്ടൻ ലെറ്റർ എഴുതി, ഞാനിങ്ങനെ ആരാധകനാണ്, കുറേ കളക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പരിചയപ്പെടണമെന്നുണ്ട്. ഞാൻ അയച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജയേട്ടൻ ലെറ്റർ തിരിച്ചു വന്നിരുന്നു. ആ ലെറ്റർ വന്നപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ ഞങ്ങൾ വെച്ചിരുന്നു അതിനകത്ത്. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ജയേട്ടൻ തിരിച്ച് എനിക്ക് ലെറ്റർ എഴുതി വന്നു, ഇതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. അത് കിട്ടിയ അത് ലെറ്റർ കൈ കിട്ടിയ സമയത്തുള്ള സന്തോഷമൊന്നും പറയാൻ പറ്റില്ല. വീണ്ടും ഞാൻ ലെറ്റർ എഴുതി, ഇങ്ങനെയാണ് എനിക്കിപ്പോൾ കാണണമെന്നുണ്ട്, പരിചയപ്പെടണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 83 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം വരുന്നത്, ഭക്തിഗാനസുധ. പ്രദീപ് അവിടെ വരൂ, നമുക്ക് പരിചയപ്പെടാം. അത്ര 2 വരിയുള്ളൂ, അത്ര എഴുതുള്ളൂ. എഴുതി ഒരു ലെറ്റർ അയച്ചത്. ഞാൻ അങ്ങനെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയാണ് പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് കാണുമ്പോഴത്തേക്ക് അതിശയമായിരുന്നു, ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ ദൈവം ഒരു അത് അമ്പലത്തിൽ വെച്ചാണ് കാണുന്നത് ആദ്യമായിട്ട്. 83 ഇങ്ങനെ മറ്റേതെങ്കിലും ആരാധകരുണ്ടോ ഇതുപോലെ എല്ലാ പാട്ടുകളും കളക്ട് ചെയ്ത് വെക്കുക? കളക്ട് ചെയ്ത് വെക്കുന്നതില്ല, ഇത്രയും ഉണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രദീപിൻ്റെ അത്ര ആരുടെ അടുത്തുണ്ടാവില്ല. പ്രദീപിൻ്റെ പുള്ളി വളരെ ഇതാണ്, വളരെ ക്ലീനായിട്ട് വർഷങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലീനായിട്ട് വെച്ചിരിക്കുന്നത്. പലരും റെക്കോർഡ്സ് കളക്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്, 500 600 എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഇതായിട്ട് ആരും ഉണ്ടാവില്ല. ഞാനൊരു പുതിയ വീട് വെച്ചപ്പോഴത്തേക്ക് ഒരു റൂം ഈ മ്യൂസിക്കിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചു. ജയേട്ടൻ്റെ പടവും വെച്ചിട്ട് എയർ കണ്ടീഷൻ ചെയ്ത് അതിനകത്ത് റെക്കോർഡൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ജയേട്ടൻ്റെ പാട്ടുകളുടെ കളക്ഷൻ വല്ലതും? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും പാട്ടിൻ്റെ കേൾക്കണമെങ്കിൽ ഇവിടെ ഇവരെ വീട്ടിൽ പോയി കേൾക്കേണ്ടി വരും. ജയേട്ടൻ പറയുകയാണ് പ്രദീപിന് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പാട്ട് ഏതാണ്? ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ പാടാമെന്ന് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പ്രദീപ് പറയുക? ഇനിയും പൊടിയൊഴുകും പാടല്ലേ? ഇനിയും പുഴയൊഴുകും ഇതുവരെ, ഇനിയും കുളിർ കാറ്റോടി വരും, ഇനിയും പുഴയൊഴുകും ഇതുവഴി, ഇനിയും കുളിർ കാറ്റോടി വരും, ഇനിയും പുഴയൊഴുകും. ഒഴുക്കിനെതിരെ ഓളങ്ങൾക്കെതിരെ ഉയരുന്ന മൺചിറകൾ തകരും, മൺമറഞ്ഞ യുഗങ്ങൾ തൻ മന്ത്രവാദപുരകൾ മറ്റൊരു കൊടുങ്കാറ്റിൽ തകരും, മറ്റൊരു കൊടുങ്കാറ്റിൽ തകരും, ഇനിയും പുഴയൊഴുകും ഇതുവഴി, ഇനിയും കുളിർ കാറ്റോടി വരും, ഇനിയും പുഴയൊഴുകും. ജയേട്ടനുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന 2 സുഹൃത്തുക്കളാണ് നമ്മുടെ അടുത്ത അതിഥികൾ. ഒരാൾ ചെറുകഥാകൃത്താണ്, അദ്ദേഹം ജയേട്ടൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ്, ശ്രീ KR പ്രസാദ്. മറ്റൊന്ന് ശ്രീ മനോഹരൻ. ഇവർ തമ്മിൽ ജയേട്ടനുമായുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് അവരുടെ സംഭാഷണങ്ങളിലൂടെ തന്നെ വ്യക്തമാവും. ഞാനേതായാലും ശ്രീ പ്രസാദിനെയും മനോഹരനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഗായകനാകുന്നതിന് മുമ്പുള്ള ജയചന്ദ്രനെയാണോ പരിചയം, അതോ ഗായകനാകുന്നതിന് ശേഷമുള്ള? എൻ്റെ ചെറിയ ഗ്രാമത്തിലെ അപ്പർ പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇരിഞ്ഞാലക്കുട പട്ടണത്തിലെ നാഷണൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലെത്തിയതായിരുന്നു. അപ്പോൾ ജയചന്ദ്രൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ല, സീനിയറായിരുന്നു, ഒരു കൊല്ലം സീനിയറായിരുന്നു. എൻ്റെ അനിയൻ കൃഷ്ണകുമാർ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. വളരെ പ്രശസ്തമായ പേരും പെരുമയും പാരമ്പര്യമുള്ളൊരു സ്കൂളായിരുന്നു ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂൾ. അപ്പോൾ ജയചന്ദ്രനെ കൂടാതെ എഴുത്തുകാരനായിട്ടുള്ള ആനന്ദ്,
പിന്നെ നടൻ ഇന്നസെൻ്റ്, പഴയ സിനിമാ സംവിധായകൻ മോഹൻ, പിന്നെ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ VP ഗംഗാധരൻ, അങ്ങനെ ധാരാളം പേര്, ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ആ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പട്ടികയിലുണ്ട്. ജയചന്ദ്രനെക്കുറിച്ച്, ഇരിഞ്ഞാലക്കുടക്കാരുടെ പ്രിയപ്പെട്ട ജയക്കുട്ടനെക്കുറിച്ച് ഞാൻ വളരെയധികം സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ വളരെ അധികം കേട്ടിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ, അടുത്ത് പെരുമാറിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് അപൂർവമായ പ്രതിഭയുടെ ഒരു സാമീപ്യമാണ്. ജയചന്ദ്രൻ അന്ന് ഇതുപോലെയൊന്നും ആയിരുന്നില്ല. ശരീരം പോലെ തന്നെ വളരെ മനോഹരമായിരുന്നു, ഇതിനേക്കാൾ സുന്ദരനായിരുന്നു, വളരെ ആകർഷണീയമായിരുന്നു. ഇതിനേക്കാൾ സുന്ദരൻ എന്ന് പറഞ്ഞാൽ കുട്ടിയായിരുന്നിട്ടുള്ള ഞാൻ അന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായിട്ടില്ല. അതുപോലെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പാട്ടും ഇതുപോലെ അതിനേക്കാളൊക്കെ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്കൂളിലെ വേറെ ഒരു അട്രാക്ഷൻ രാമനാഥൻ മാഷായിരുന്നു. രാമനാഥൻ മാഷ് ഇവിടെ ഉണ്ട്. രാമനാഥൻ മാഷ് എന്നെ പല നിലയ്ക്കും എഴുത്തിലും അതുപോലെ മറ്റു പലതിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നന്ദിയുണ്ട്. രാമനാഥൻ മാഷ് മറ്റേ ഔദാര്യം കൊണ്ട് എനിക്ക് സ്കൂളിലെ ഗായക സംഘത്തിൽ അംഗത്വം കിട്ടി. ജയചന്ദ്രനായിരുന്നു ലീഡർ. അപ്പോൾ രാമനാഥൻ മാഷ് എഴുതി ട്യൂൺ ചെയ്ത ആരാണെന്ന് പറയില്ല, ജയനാണോ രാമനാഥൻ മാഷാണോ എന്നറിയില്ല. ആ പാട്ടുകൾ മാഷാണ് അല്ലേ, ആ പാട്ടുകൾ അവതരിപ്പിച്ച് ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ യുവജനോത്സവത്തിൽ ഞങ്ങൾ പലപ്പോഴും ജയചന്ദ്രൻ്റെ മികവുകൊണ്ട്, ഞങ്ങളുടെ മികവുകൊണ്ടല്ല, 1ാം സമ്മാനം നേടിയിരുന്നു. ശ്രീ മനോഹരൻ തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് അല്ലേ? ജേട്ടനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തെപ്പറ്റി എനിക്കറിയാം. എങ്ങനെയാണ് ആ ബന്ധം തുടങ്ങുന്നത്? എൻ്റെ യൗവനകാലത്ത് അദ്ദേഹം പാടിയ ആദ്യത്തെ ഗാനം 65-ൽ പുറത്തിറങ്ങിയ മഞ്ഞളിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട്, ഞാൻ ആദ്യമായി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ആ ശബ്ദത്തിൽ, നമ്മൾ പ്രഥമാൻ രാഗം എന്ന് പറയില്ലേ, അതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു. ആ ശബ്ദവുമായിട്ടുള്ളൊരു അടുപ്പം. അപ്പോൾ സ്വാഭാവികമായിട്ട് യൗവനകാലത്തുണ്ടാകുന്ന പ്രണയം ഇന്നത്തെ പോലുള്ള പ്രണയമല്ല അന്നൊക്കെ മുക്തമായ ഒരു വെളുത്തുമ്പോഴത്തോളം തൊടാത്ത പ്രണയമാണ്. ആ പ്രണയത്തിന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ് ശരിക്കും പ്രണയത്തിൻ്റെ ഭാഷയായി നിർദ്ദേശിക്കാൻ. അതിൽ മഞ്ഞളെ മുങ്ങിത്തോർത്തി, മധുചന്ദ്രിയുടെ ചായത്തെളികയിൽ, അങ്ങനെയുള്ള വാർത്തകൾ കണിവയ്ക്കും രാവിൽ, ഈ ഓരോ പാട്ടും ഞങ്ങളുടെ യൗവനകാലത്ത് പ്രണയത്തിൻ്റെ ഭാഷയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ശരിക്കും എൻ്റെ മനസ്സിൽ ആവാഹിക്കപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് 95-ൽ നമ്മുടെ M. ജയചന്ദ്രൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള സ്മൃതിതൻ ചിറകിലേറി എന്ന ഗാനം തരങ്കിണിയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പ്രദീപ് മുഖാന്തരമാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ശരി, വെറും 10 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഈ 10 വർഷം കൂടെ ഞങ്ങൾ ജന്മാന്തരങ്ങളിൽ ഒരു ആത്മബന്ധമാണ് ഉണ്ടായത്. അതാണ്. അപ്പോൾ എല്ലാവരും മാഷിനെ ജയേട്ടാന്ന് വിളിക്കാറ് പതിവ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ അന്ന് ഒരു ബഹുമാനത്തോടെ മാഷ് എന്നാണ് വിളിക്കുന്നത്, ജയചന്ദ്രൻ മാഷ്. ഇന്നും അത് തന്നെ. ഇപ്പോഴും ചേട്ടൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഗ്രാം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതൊക്കെ തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ താമസിക്കുക, എയർപോർട്ടിൽ പോയി മാഷിനെ കൂട്ടിക്കൊണ്ട് വരിക, തിരിച്ചു പോകുന്നതിന് മാഷിൻ്റെ കൂടെ നടക്കുക. അതാണ് ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനം എൻ്റെ വീട്ടിലാണ് ആഘോഷിച്ചത്. 2004 മാർച്ച് 1-ന്, നാളും മാർച്ച് 3-ന് ഡേറ്റ് ഓഫ് ബർത്ത്, കഴിഞ്ഞ വർഷം. പിന്നെ എനിക്ക് ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം. കാരണം ഞാനൊരു വളരെ സാധാരണക്കാരനൊരു മനുഷ്യനാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ AC അങ്ങനെയുള്ള വലിയ സൗകര്യങ്ങളുള്ള വീടല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട്, ഒരു ചെറിയ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ ഇങ്ങനെ കഴിയാവുന്ന ഒരു വലിയ മനസ്സ്, അത് ലളിതമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ എന്ത് തോന്നി എനിക്ക്. അതുപോലെ ആഹാരം മിതമായിട്ട്, വളരെ കുറച്ച് ആഹാരം, വെജിറ്റേറിയനാണ്. രാത്രി ഒരു 3 ഇഡ്ഡലി, ഉച്ചയ്ക്ക് 2 നെയ്ച്ചോറ്, പിന്നെ തൈര്, പിന്നെ അച്ചാറുണ്ടെങ്കിൽ അത് പപ്പടം, ഇത്രയാണ് ആഹാരം ആകെ. അപ്പോൾ ആ രീതിയിൽ അത്ര ലളിതമായ ഒരു ജീവിതം. പിന്നെ ഉള്ളത് ഗുരുഭക്തി. ഞാൻ മാഷി കണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. എത്ര വലിയ സദസ്സായാലും സീനിയറായ കലാകാരന്മാരെ കാലത്തൊട്ടി വന്നതിന് ശേഷമാണ് മാഷ് വന്ന് വേദിയിലിരിക്കാറ് പതിവ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതൊരു സാധാരണ പല ആളുകൾ ഒരു നാട്യത്തിന് വേണ്ടി കാണിക്കുന്നതാണ്. ഇതല്ല, ഇത് ശരിക്കും അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു ദേവരാം മാഷിനെ കാണുമ്പോഴും മധുസാറിനെ കാണുമ്പോഴും സീനിയറായ ഏത് കലാകാരനെ കണ്ടാലും ഗുരുനാഥന്മാരായാലും ആ ഒരു ക്വാളിറ്റി ഇന്നത്തെ തലമുറയിൽ വളരെ വളരെ ഒരു പാഠമാകേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ മാഷിനെ കണ്ടൊരു വേറൊരു പ്രത്യേകത, ഒരാൾ സംസാരിക്കാൻ ചെന്നാൽ ഒരു വാക്ക്, അത്രയേ ഉള്ളൂ, ഒരു ചിരി, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സംസാരിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ആ ആളുമായിട്ട്
ഒന്ന് വിലയിരുത്തി ഇയാൾ അടുക്കാൻ കൊള്ളാവുന്ന ആളാണോ അല്ലയോ, അതിനൊരു 6 മാസം സമയമെടുക്കും. അത് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് സ്വന്തമാണ്. അപ്പം ആ ഒരു പ്രകൃതം പുള്ളി ഒരു സ്വതവേ ഗൗരവക്കാരനാണ്, ഒരു മുൻകോപക്കാരനാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്താൻ സഹായിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ റെഡിയാണ്. കാരണം എൻ്റെ അനുഭവം അത് തന്നെയാണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി. നമ്മൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലി പോലെ എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പോലും മാഷ് സാഹസം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ എത്രയെങ്കിലും പ്രാവശ്യം മാഷ് താമസിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും മാഷ് ഇങ്ങനെ സാധനം ചെയ്ത് കണ്ടിട്ടില്ല. വളരെ അങ്ങനെയൊന്നുമില്ല. വളരെ അനായാസമായിട്ടൊരു പൂ വിരിയുന്ന പോലെ, അല്ലെങ്കിൽ പക്ഷിയുടെ ചിറക് അങ്ങനെ അടിച്ച് വരുന്ന പോലെ, തിര തല്ലുന്ന പോലെ ആ മൈക്കിൻ്റെ മുമ്പ് ചെന്ന് നിന്നാൽ പാട്ടങ്ങനെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആലാപനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ കൊല്ലം ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഈ പാട്ടുകാരനെ വിലയിരുത്താനും മലയാള ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വെച്ചാൽ യേശുദാസിന് ഒരു നിറ സാന്നിധ്യമായിട്ട് നിന്നിരുന്ന ഒരു രംഗത്തേക്ക് നിർഭയം നിസ്സങ്കോചം കടന്നു വരാനും അവിടെ തൻ്റേതായിട്ടുള്ള ഒരു സ്പേസ്, ഒരു സ്ഥാനം, ഇടം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നിലനിർത്താനും ശരി, അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ്. മോർ ഇമ്പോർട്ടൻ്റ്ലി അത് നിലനിർത്താനും കഴിയുന്നു എന്നത് വലിയൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ജയചന്ദ്രൻ്റെ സൗണ്ട് വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം ഗുണപരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടക്കാലത്തെ മാന്യത്തിൻ്റെയും ചെറിയ മറ്റേ മങ്ങലിൻ്റെയും ഒരു ഇടവേള ജയചന്ദ്രൻ്റെ കരിയറിലുണ്ടായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ പ്രായം ഒരു ക്ഷതവും ഏൽപ്പിക്കാത്ത വളരെ പൂർവാധികം അഗാധവും മധുരവുമായ ശബ്ദത്തിൽ ജയചന്ദ്രൻ ഇപ്പോൾ പാടാൻ എന്ത് സുഖം. നമ്മൾ സംഗീതത്തിൻ്റെ മെലഡിയുടെ പ്രണയികൾക്ക് അത് കേൾക്കാനും വളരെ സുഖം. ഞങ്ങൾക്ക് ആ ഒന്നിനി ശ്രുതി താഴ്ത്തി കൂടി ഒന്ന് പാടിത്തരണം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. താരാട്ടിന്നനുയാത്ര നിദ്രതൻ പടിവരെ, താമരമലർമിഴി അടയും വരെ. താരാട്ടിന്നനുയാത്ര നിദ്രതൻ പടിവരെ, താമരമലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ.